ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളാണെങ്കിൽ കൊടൈക്കനാലും കാര്യങ്ങളൊക്കെ ടൂർ പോകാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ ഒറ്റയ്ക്കല്ല പോകണേ, മൈക്കിളും ഉണ്ട്. ഓക്കെ, അപ്പോൾ അവനെ കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ പോകണത്. പിന്നെ നമ്മുടെ വണ്ടിയിലാണ് ഗീസ് പോകണം. നമ്മൾ ട്രെയിനിൽ പോകാനാണ് പ്ലാൻ. അത് തന്നെ നമുക്ക് എന്തായാലും പോയിട്ട് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറാം ഗീസ്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ഡ്രോയിൽ ചെന്നിട്ട് ഡ്രസ്സ് മാറാം. ഓക്കെ ഗീസ്, നമുക്ക് എന്തായാലും ഡ്രസ്സ് എടുക്കാൻ ഗീസ് ഏതാണ് വേണ്ടത്? നമുക്ക് ഗൈസ് കുറേ ഡ്രസ്സുണ്ട്, പക്ഷേ ഗീസ് എനിക്ക് ഇഷ്ടമല്ല ഗീസ്. ഈ ഡ്രോയിലാണെങ്കിൽ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഓക്കെ ഗീസ്, നമുക്ക് എന്തായാലും ഒരു ഡ്രസ്സ് ഇതിൽ നിന്ന് എടുക്കണം ഗീസൊക്കെ. അപ്പോൾ അത് തപ്പി പിടിച്ചെടുക്കുമ്പോഴത്തേക്കും കുറച്ച് നേരമാവും ഗീസ്, കാരണം കുറേ ഡ്രസ്സുണ്ട് എൻ്റെ കയ്യിൽ. അതുകൊണ്ട് തന്നെ കുറച്ച് തപ്പാം നമുക്ക്. ഓക്കെ ഗീസ്, അങ്ങനെ നമ്മൾ കുറച്ച് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ സ്റ്റൈലൊക്കെ മൊത്തം മാറ്റി. ഓക്കെ, നമുക്കെന്തായാലും ഇനി നമ്മുടെ വണ്ടി കയറിയിട്ടാണെങ്കിൽ പോകാൻ ഗൈസ്. ഓക്കെ, നമ്മുടെ വീട്ടിൽ വാതിലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് എൻ്റെ വേറൊരു കൂട്ടുകാരൻ വരുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ കയറുന്നുണ്ട്. പുള്ളിക്കാരൻ അവിടെ താമസിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗീസ്. അതുകൊണ്ട് നമ്മുടെ പൈസയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പുള്ളീനെ വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പം നമ്മളെന്തായാലും നമ്മുടെ റേഞ്ച് റോവർ എടുത്തുകൊണ്ട് നമ്മൾ പോവുകയാണ് ഗീസ്. സോറി, ഫോർച്യൂണർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പോവാണ്. ചെറുതായിട്ടൊരു സ്ക്രാച്ച് വീണു, അതൊരു കുഴപ്പമില്ല. നമ്മൾ ട്രെയിനിലാണ് പോണേ. അപ്പം ട്രെയിനിലും കാര്യങ്ങളൊക്കെയാണ് പോകണത്. അപ്പോൾ അത് നമുക്കെന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറണത്. അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും പോയി നോക്കാം ഗൈസ്. വണ്ടി ഗൈസ്, നമുക്കൊരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി ഗൈസ്. അതൊന്നും സാരമില്ല, നമുക്കെന്തായാലും വേഗം ഇനി അടുത്താണോ ഉള്ളത്, അപ്പം അങ്ങോട്ടേക്ക് നമുക്ക് വേഗം പോവാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളെ മൈക്കിളിനെ നമുക്ക് പിക്കപ്പ് ചെയ്യണം. മൈക്കിളിനെ പിക്കപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് പോവാൻ. ഓക്കെ, അതൊരു ഇതാണ് ഗീസ്. നമുക്ക് മൈക്കിളിനെ പിക്കപ്പ് ചെയ്യണം. ഓക്കെ, മൈക്കിൾ ഇവിടെ എങ്ങാണ്ട് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഗീസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പോവാം ഗീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങാണ്ടാണ് നിൽക്കുന്നു പറഞ്ഞു ഗീസ്. പുറകിലാണ് മൈക്കിൾ, ഞാൻ കണ്ടു ഗീസ്. പുറകിലല്ല മൈക്കിള്. ഓക്കെ, നമുക്ക് നേരെ പുറകോട്ട് തിരിച്ചിട്ട് മൈക്കിളിൻ്റെ അങ്ങോട്ടേക്ക് പോകാം ഗീസ്. വണ്ടിക്കാണെങ്കിൽ ഒരു കൺട്രോളും ഇല്ല ഗീസ്, ഓടിക്കാനും പറ്റണില്ല. ഇതിൻ്റെ എന്താണ്ടൊക്കെ സംഭവങ്ങളൊക്കെ പോയി ഗീസ്. ഓക്കെ, അപ്പോൾ അതാണ് പ്രശ്നം. ഓക്കെ, നമുക്ക് എന്തായാലും ഇതേ മൈക്കിള്. ഓക്കെ ഗീസ്, നമ്മളെന്തായാലും ഇറങ്ങാം. ഇനി മൈക്കിളിനെ നമുക്ക് അടുത്തേക്ക് പോവാം. മൈക്കിൾ എന്നാൽ റെഡിയല്ലേ? ഫുള്ള് റെഡിയല്ലേ? നമുക്ക് എന്തായാലും പോവാം ഇവിടെ. ഓക്കെ, നമ്മളെന്തായാലും മൈക്കിളിനെ കൂട്ടി വരികയാണ്. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ നിന്ന് ട്രെയിൻ വിളിച്ചും കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. ട്രെയിനിലാണ് നമ്മളെ പോകാനും ഉദ്ദേശിച്ചേക്കണേ. ഓക്കെ, ഇനി നോക്കണേലും ട്രെയിനിലും കാര്യങ്ങളൊക്കെ കയറാൻ ഗീസ്. നമ്മുടെ മൈക്കിൾ നമ്മുടെ പുറകെ വരണ്ടെന്നാണ് ചങ്ങായി പറഞ്ഞത്. അപ്പോൾ ചങ്ങായി വരണ്ടെങ്കിൽ വരണ്ടെങ്കിൽ വരട്ടെ ഗീസ്. ഓക്കെ, നമുക്കെന്തായാലും അവിടെ പോകണമെങ്കിൽ ജാക്കറ്റൊക്കെ വേണം ഗീസൊക്കെ. അതൊക്കെ അവിടെ നിന്ന് ചെല്ലുമ്പോൾ വാങ്ങിക്കാനാണ് പ്ലാന് ഗീസൊക്കെ. ഭയങ്കര തണുപ്പല്ലേ, അതുകൊണ്ടും കാര്യങ്ങളൊക്കെ. നമ്മളെന്തായാലും ട്രെയിനിൽ കയറിയിട്ടുണ്ട്. മൈക്കിളെ റെഡിയല്ലേ ഗീസ്? അപ്പോൾ ഗീസ് മൈക്കിളും കയറിയിട്ടുണ്ട്. നമുക്കിനി ട്രെയിനിൽ കയറി നമുക്ക് എന്തായാലും അങ്ങോട്ട് വിടാം ഗീസൊക്കെ. അങ്ങോട്ട് വിട്ടിട്ട് ബാക്കി നമുക്ക് അവിടെ പോയിട്ട് തീരുമാനിക്കാം. ഓക്കെ ഗീസ്, അങ്ങനെ നമ്മൾ കഷ്ടപ്പാടിന് ശേഷം ഗീസ് നമ്മൾ ഒരു ദിവസം എടുത്തിട്ട് ഗീസ് നമ്മൾ ഇവിടെ എത്തി ഗീസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഗീസ് ഗുണാക്കീവിൻ്റെ അടുത്താട്ടോ. നമുക്കിന്ന് ഇവിടെയൊക്കെ കറങ്ങി അടിച്ചു പൊളിക്കാം ഗീസ്. ഒന്ന് ചില്ലാക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് ഗൈസ് ഇവിടെയൊക്കെ നല്ല തണലൊക്കെ ഉണ്ട് ഗീസ്. ഓക്കെ ഗൈസ്, മൈക്കിളിനെ കാണാനില്ല ഗീസ്. എടാ മൈക്കിളെ, മൈക്കിളിനെ കാണാനില്ല ഗൈസ്. മൈക്കിൾ മിസ്സിങ് ആണ് ഗീസ്. മൈക്കിൾ ഗൈസ് ഇവിടെ ഉള്ളൊരു കുഴി വീണു ഗീസ്. ഓക്കെ ഗീസ്, നമ്മൾ അവിടെ ഏതോ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ടാവും, അതെടുത്ത് നമ്മൾ പോവാണ്. ഓക്കെ ഗീസ്, ഇവിടെ ഏതൊരു ട്രെയിൻ മുന്നിൽ പോയി നിന്ന് പോയി ഗീസ്. ഓക്കെ, ഇവിടെ ഏതൊരു ട്രെയിൻ നിന്നുപോയി ഗീസ്. അപ്പം നമ്മുടെ വണ്ടി അവിടെ കുടുങ്ങി ഗീസ്. ഇനി വണ്ടി നമുക്ക് വേഗം എടുക്കാം ഗീസ്. എടുക്കാൻ പറ്റുമോ നോക്കാം ഗീസ്. ഓക്കെ ഗീസ്, എടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് വേഗം തന്നെ തമിഴ്നാട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം ഗീസ്. അപ്പോൾ നമ്മുടെ ആരുടെയോ വരുന്ന വണ്ടിയാണ്, തെറി വിളിക്കുമെന്ന് അറിയില്ല. നമ്മളെന്തായാലും നമ്മുടെ ബൈക്ക് എടുത്ത് പോവാണ് ഗീസ്. ആ കുഴിയിൽ മൈക്കിൾ വീണു ഗീസ്. ഇനി കുറച്ച് ഫയർ ഫോഴ്സിനൊക്കെ വിളിക്കണം ഗീസ്, നമുക്ക് സീനാക്കണം. നമ്മുടെ കയ്യിലാണെങ്കിൽ ഫോണും ഇല്ല ഗീസ്, ഫോണിന് ചാർജ് ഇല്ല, പവർ ഓഫാണ് ഗീസ്. നമുക്ക് എന്തായാലും വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോവാം ഗീസ്.
ഗീസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ട്രെയിനും കാര്യങ്ങളൊക്കെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു ഗീസ്. പക്ഷെ നമ്മൾ ചാർജ് ചെയ്തില്ല. ഓക്കെ, ചാർജ് ചെയ്യണം. ഗൈസ് നമ്മൾ ചാർജ് ചെയ്തില്ലായിരുന്നു മൊബൈൽ. ഓക്കെ, നമുക്ക് എന്തായാലും വേഗം പോകണം ഗീസ്. ഓക്കെ, മൈക്കിൾ അവിടെ കുടുങ്ങി കിടക്കുവാണ് ഗീസ്. ഇപ്പോൾ ഇവിടെ എങ്ങാണ്ടായിട്ടാണ് പോലീസ് സ്റ്റേഷൻ. നമുക്ക് എന്തായാലും വേഗം പോവാം ഗീസ്. പോലീസ് സ്റ്റേഷനിലേക്ക് വേഗം പോവാം. പോലീസ് സ്റ്റേഷൻ്റെ ഇവിടെ ഗീസ് പോലീസ് സ്റ്റേഷൻ എത്തി ഗീസ്. ഇതാണ് പോലീസ് സ്റ്റേഷൻ. ഓക്കെ, ഇതാണ് പോലീസ് സ്റ്റേഷൻ എന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും വേഗം പോവാം ഗീസ്. ഇവിടെയാണ് പോലീസ് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ. നമുക്ക് എന്തായാലും വണ്ടി ഇതിൽ കയറ്റിയിട്ട് വേഗം ഗീസ് നമുക്ക് അങ്ങോട്ട് പോവാം ഗീസ്. എങ്ങോട്ടവിടെ പോകണം ഗീസ്? വഴിയൊക്കെ തെറ്റി പോവാണ് ഗീസ്. നമുക്ക് ഇവിടെ വേഗം കേടാ. അയ്യോ ഗൈസ്, ഇതാകെ സീനും ആവാണ്. ഫുള്ള് സീനാണ്. ഇത് മുഴുവൻ സീനാണ്. എന്താ സംഭവിക്കണമെന്ന് എനിക്ക് പോലും അറിയില്ല. നമുക്ക് എന്തായാലും വേഗം ഇവിടെ വണ്ടി വെക്കാം.